ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചൂടുകാലമായി വരികയാണ്. അപ്പോൾ ചൂടുകാലത്ത് നമ്മൾ ടെറസിലും അതേപോലെ ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം പ്ലാന്റുകളൊക്കെ നിന്ന നിൽപ്പിൽ തന്നെ നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിന്ന നിൽപ്പിൽ തന്നെ വാടി പോവുക, ഇലകളിൽ പല രീതിയിലായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാം. ഇപ്പോൾ കായ് ആയി വരുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കായ്കൾ കരിഞ്ഞു പോവുക, വാടി പോവുക, ഇങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഈ ചൂടുകാലത്ത് വരാനുള്ളതാണ്. അതുപോലെ തന്നെ കീടശല്യം നല്ല രീതിയിൽ ഈ ചൂടുകാലത്ത് വരും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തന്നെ എന്നെ വാട്സാപ്പിൽ ഓരോരുത്തർ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരും പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ചൂടുകാലത്ത് വരുന്ന അസുഖത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചൂടുകാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ വിഷയം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്ന ഒരു കാര്യം. അപ്പൊ വെള്ളം കൊടുക്കുക എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക. കാരണം ഒരു നേരം തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. പക്ഷേ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ, ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് നമുക്ക് യാതൊരുവിധ ഗുണവുമില്ല. കാരണം എന്താ വെച്ചാൽ ആ വെള്ളം അടി കൂടി ഒലിച്ചു പോവുകയേ ചെയ്യുള്ളൂ. അപ്പൊ ഇതിലൂടെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കൂല. കാരണം അത് രാവിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നനച്ച് ഇറങ്ങി പോകുന്ന ടൈമിൽ തന്നെ വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ നല്ല വെയിൽ തട്ടുന്ന ടൈമിൽ മണ്ണിൽ ഈർപ്പം നിലനിൽക്കൂല. അപ്പൊ ഈ ചൂട് കാലത്ത് നമ്മൾ എങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അടിയിൽ ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് 2 വട്ടം 3 വട്ടമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുക അത് നല്ലതാണ്. ഇനി അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലും അതേ രൂപത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്കുന്ന നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ ചെയ്യുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മണ്ണിൽ പൊത ഇട്ട് കൊടുക്കുക. അതുവെച്ചാൽ ഇപ്പൊ കരിയില വെച്ചിട്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ കരിയില കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടൗണിലൊക്കെ വീടുള്ളവർക്ക് കരിയില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമുക്ക് ഇതേ രൂപത്തിൽ മേൽഭാഗത്ത് പൊത ഇട്ട് കൊടുക്കുക. അപ്പൊ അടിയിൽ ഈർപ്പം നിലനിൽക്കുന്നതാണ്. അപ്പൊ ഈ കരിയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം കൂടുതലായിട്ട് കരിയില ഇട്ട് കൊടുക്കരുത്. ഈ കൂടുതലായിട്ട് കരിയില ഇട്ട് കൊടുത്താലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഈ ചൂട് കാലത്ത് വരുന്ന ഉറുമ്പ് ശല്യം, ഉറുമ്പുകൾ കൂടുകൂട്ടുക. രണ്ടാമത്തെ ഒച്ചിന്റെ ശല്യം, ഒച്ചിന്റെ ശല്യം നല്ല രീതിയിലുണ്ടാവും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ചൂടുകാലാണ്. അപ്പോൾ പാമ്പുകൾ, ചില ചേരകളാണെങ്കിലും പാമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പുള്ള ഏരിയയിലേക്കാണ് വരിക. അപ്പോൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടെറസിലേക്കും പാമ്പുകൾ വരാം. അതേപോലെ മുറ്റത്ത് ഗ്രോ ബാഗിലോ മണ്ണിൽ തന്നെ നട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കരിയിലിട്ട് കഴിഞ്ഞാൽ തണുപ്പ് ഉള്ള സ്ഥലത്തേക്ക് വന്നിട്ട് നിൽക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, കരിയിലിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് രൂപത്തിൽ ഇട്ട് കൊടുക്കുക. അത് അലിഞ്ഞു പോകുന്ന ടൈമിൽ വീണ്ടും അടുത്തതായിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇനിയിപ്പോ ഉറുമ്പ് ശല്യം വന്ന് എന്നുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മളെ ചെറുനാരങ്ങന്റെ തോല് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല എഫക്റ്റ് ആണ്. അപ്പോൾ ഉറുമ്പ് ശല്യം ഉണ്ടാവൂല. ഇനിയിപ്പോ ഒച്ചിന്റെ ശല്യമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മളെ ഒച്ചിന്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിമുട്ടന്റെ തോട് ചീളായിട്ട് പൊടിക്കുക. നല്ല പൊടിയാതെ ചീളായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഇതിന്റെ മേലെ ഇട്ട് കൊടുത്ത്, ഇപ്പൊ കരിയിൽ ഇട്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഇട്ട് കൊടുത്താൽ ഒച്ചിന്റെ ശല്യം കുറയുന്നതാണ്. പിന്നെ പാമ്പിന്റെ ശല്യം, അപ്പൊ പാമ്പിന്റെ ശല്യം വീട് പരിസരത്തേക്കോ കൃഷിയിലേക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സ്നാക്ക് റിപ്പല്ലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വാങ്ങാൻ കിട്ടും. അപ്പൊ അത് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിലും ചില ഇട്ട് കൊടുക്കേണ്ട നമ്മളെ വീടിന്റെ അതിരിലോ അല്ലാന്നുണ്ടെങ്കിൽ വീടിന്റെ തറന്റെ ചുറ്റുമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പറമ്പിന്റെ അതിരിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് കാരണം ഉരകവർഗ്ഗങ്ങളൊന്നും ഇങ്ങോട്ട് നമ്മളെ പ്രദേശത്തേക്ക് കയറി വരില്ല. കാരണം ചൂടുകാലം ആയതുകൊണ്ട് തണുപ്പ് തേടിയിട്ട് ഇവയെല്ലാം ഇങ്ങോട്ട് വരാൻ ചാൻസ് കൂടുതൽ. അപ്പൊ എന്റെ വീട്ടിലൊക്കെ നിറച്ച് വരുന്നതാണ്. കാരണം എന്റെ വീടിന്റെ ബാക്കിൽ കാടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, വന്ന ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ. ആ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു ഈ സ്നാക്ക് റിപ്പല്ലന്റ് അവർക്ക് കിട്ടാനില്ല, അവരുടെ നാട്ടിലൊന്നും വളക്കടയിലോ അങ്ങനെയൊന്നും കിട്ടാനില്ല എന്നുള്ളത്. അപ്പൊ കുറച്ച് പേർക്ക് ഞാൻ ഇവിടുന്ന് കൊറിയർ ആയിട്ട് അയച്ചു കൊടുത്തിരുന്നു. ഇവിടെ കോഴിക്കോടുള്ള കിസാൻ, നമ്മളെ കോടതിന്റെ അടുത്തുള്ള കിസാൻ എന്ന് പറഞ്ഞ വളക്കടയിൽ ഈ സ്നാക്ക് റിപ്പല്ലന്റ് ഉണ്ട്. ഇനിയിപ്പോ സ്നാക്ക് റിപ്പല്ലന്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാനുള്ള പാമ്പുകൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മണ്ണെണ്ണൊക്കെ ഇപ്പൊ കിട്ടാനില്ല. ഇനിയിപ്പോ ഡീസലാണെന്നുണ്ടെങ്കിലും ചെറുകിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ അതിരിനോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ നമ്മൾ അതിരിന്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. അതേപോലെ വീടിന്റെ തറന്റെ ചുറ്റുമായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ടെറസിൽ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ടെറസിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഇട്ട് കൊടുത്താൽ നമ്മളെ ലീക്കേജ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്.
അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മളെ പച്ചക്കറി കൃഷിയിലൊക്കെ ഇപ്പൊ വള്ളിപ്പറപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂട് കൂടി കഴിഞ്ഞാൽ ചെടികളൊക്കെ വാടിപ്പോവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് വരുന്ന നെറ്റ്. അപ്പൊ ഈ ഗ്രീൻ നെറ്റ് ഭയങ്കര വലിയ വില ഒന്നുമില്ല. അപ്പൊ ഇത് വാങ്ങിയിട്ട് വലിച്ച് കെട്ടി കൊടുക്കുക. അപ്പോൾ വലിച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ ചൂട് കൊണ്ടിട്ടുള്ള ഈ ചെടികൾ വാടിപ്പോകുന്നൊക്കെ പച്ചക്കറി കൃഷിയിലെ ഫ്രൂട്ട്സ് പ്ലാന്റിന് ചിലപ്പോൾ അങ്ങനെ കെട്ടി കൊടുത്താൽ കാര്യമില്ല, കാരണം വെയിൽ കൊള്ളേണ്ടതാണ്. അപ്പൊ നല്ല രീതിയിൽ വെയിൽ തട്ടുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റിനും കുറച്ച് ഹൈറ്റിലായിട്ട് ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്ത കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഈ ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ നീര് ഉറ്റി കുടിക്കുന്ന പ്രാണികളെ ശല്യം, അതേപോലെ മൂഞ്ഞന്റെ എല്ലാതരം കീടങ്ങളെ ശല്യം വരുന്നത് ഈ ചൂട് കാലം തുടങ്ങുന്ന ഒരു ടൈമിൽ, തണുപ്പ് വിട്ട് ചൂടുകാലം തുടങ്ങുന്ന ടൈമിൽ നമ്മളെല്ലാ ചെടികളിലും നമുക്ക് കാണാം. പച്ചക്കറി കൃഷി ആണെങ്കിലും നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇലകളിലൊക്കെ കാണാം. അപ്പൊ ഇങ്ങനെ കാണുന്നതിന് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ജൈവരൂപത്തിലുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടല്ലോ, ഇപ്പൊ വേപ്പെണ്ണ ഒരു 5 ml വേപ്പെണ്ണ എടുക്കുക, അതിലേക്ക് ഒരു 5 ഗ്രാം അപ്പക്കാരം ഇട്ട് കൊടുക്കുക, സോഡക്കാരം. ഇനിയിപ്പോൾ സോഡക്കാരം ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു 5 ml ലിക്വിഡ് സോപ്പ്, നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ഇലകളുടെ അടിഭാഗങ്ങളിലായിട്ട് ആഴ്ചയിൽ ഒരു തവണ, ഇപ്പൊ കീടശല്യം വന്നാലും ഇല്ലെങ്കിലും നമ്മൾ മുൻകരുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇലകളുടെ അടിഭാഗത്തും അതേപോലെ തണ്ടിലൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ കീടശല്യമൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് ഈ രൂപത്തിലല്ലാതെ തന്നെ വേപ്പെണ്ണ, അതേപോലെ വെളുത്തുള്ളി മിശ്രിതം, അതേപോലെ തന്നെ സവാളന്റെ ഉള്ളിന്റെ തോല് കൊണ്ടുള്ള മിശ്രിതം, അങ്ങനെയൊക്കെ ഒരുപാട് ടിപ്പുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ആഴ്ചയിൽ ഒരു തവണ എങ്കിലും നമ്മളിത് ഇലകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ജൈവ രൂപത്തിലുള്ള മറ്റൊരു കീടനാശിനിയാണ് നമ്മളെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെടികൾക്ക് കേടുകളൊന്നുമില്ല, ജൈവ രൂപത്തിലുള്ള കീടനാശിനി. അപ്പൊ ഈ ബിഗ് ബോസ് വാങ്ങിയിട്ടും നമുക്ക് ഇതേ രൂപത്തിൽ വൈകുന്നേരങ്ങളിൽ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളുടെ അടിഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു തവണ ആയിട്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഈ ബുവേറിയ അതേപോലെ വെർട്ടിസിലിയം എന്നുള്ള ജൈവ മിത്രക്കുമിൾ ഉണ്ടല്ലോ, കീടനാശിനിയായിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ചൂട് കാലത്ത് നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് കൊടുക്കുക. അപ്പൊ വൈകുന്നേരങ്ങളിൽ കൊടുത്ത് അത് രാവിലെ ആവുന്ന വരെ അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നിലവിൽ അവിടെ കീടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഈ ചൂട് രാവിലെ ആയി കഴിഞ്ഞാൽ, വെയിൽ തട്ടി കഴിഞ്ഞാൽ ഈ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും. അപ്പൊ ഈ ചൂട് കാലത്ത് ഈ 2 കീടനാശിനികൾ നമ്മൾ കൊടുക്കുന്നത് അത്ര നമുക്ക് ഗുണം കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ വേപ്പെണ്ണ മിശ്രിതം അതേപോലെ തന്നെ ചില ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ രൂപത്തിൽ തന്നെ കീടനാശിനി നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ കൊടുക്കണം. ചൂടുകാലമായി കഴിഞ്ഞാൽ കൂടുതലായിട്ടും കമ്പോസ്റ്റ് വളങ്ങൾ, അതേപോലെ സ്ലറികൾ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെടികൾക്ക് കൊടുക്കണം. അപ്പൊ ഇതിന്റെ കുറവ് മൂലം ചെടികളിൽ നല്ല രീതിയിൽ വാട്ടം വരാം. ഇപ്പൊ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ചൂടുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റ് ടൈം പീരീഡ് അയച്ചാൽ മാസത്തിൽ ഒരു തവണ നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ ഒരു തവണ തന്നെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ബോറോണ്, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, സൾഫർ, ഇതൊക്കെ നമ്മൾക്ക് കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അപ്പൊ ചൂടുകാലമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് കൊടുക്കാതിരിക്കരുത്. അപ്പൊ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളാണെന്നുണ്ടെങ്കിൽ അതിരാവിലെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 6 മണി 6:30 ഒരു 7 മണിന്റെ ഉള്ളിലായിട്ട് നമ്മളത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ചൂടുകാലത്ത് നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇലകൾ കുളിപ്പിക്കാത്ത രൂപത്തിൽ കൊടുക്കുക. വെച്ചാൽ ഫൈൻ സ്പ്രേ ആയിട്ട്, ജസ്റ്റ് സ്പ്രേ രൂപത്തിൽ ഫൈൻ സ്പ്രേ ആയിട്ട് മാത്രം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ മൈക്രോന്യൂട്രിയൻസ് അതേപോലെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന 19 ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ചൂടുകാലത്ത് നമ്മളിത് കൊടുക്കുമ്പോൾ ഒറ്റ ടൈം, ഇപ്പൊ നമ്മൾ മാസത്തിൽ ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം അങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും ആൾക്കാർ കൊടുക്കുന്നത്. 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് കൊടുക്കുന്ന ടൈമിൽ ഒറ്റ ടൈമിലായിട്ട് തന്നെ 10 ഗ്രാം നമ്മൾ കൊടുക്കാതെ അത് നേർപ്പിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെച്ചാൽ കുറച്ച് ഇപ്പൊ 5 ഗ്രാം തന്നെ ആയിട്ട് 2 നേരങ്ങളിലായിട്ട് വെച്ചാൽ ഇപ്പൊ ഇന്നൊന്ന് ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്ത് എന്നുള്ള രൂപത്തിൽ കൊടുക്കുക. അമിതമായിട്ട് വളപ്രയോഗം ഈ ചൂടുകാലത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ചെടികൾക്ക് അത് ദോഷകരമാണ്. ചെടികൾ വാടാനും ഇലകളിലെ നിറമാറ്റം വരാനും ഇലകൾ മഞ്ഞ കളറിലാവാൻ, അത് ഈ മഞ്ഞ കളറിലാവണ പ്രത്യേകിച്ച് വെള്ളം കിട്ടാതെ വരുമ്പോഴും ആവട്ടെ, നമ്മൾ അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഊറ്റിപ്പോയി കഴിഞ്ഞാലും ഇതേപോലെ ഇലകളിലും മഞ്ഞ കളർ വരുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മള് വളങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് വളങ്ങൾ കൊടുക്കണം, അതേപോലെ സ്ലറികൾ കൊടുക്കണം. പിന്നെ ചൂട് കാലത്ത് കൊടുക്കേണ്ട കുറച്ച് ഹോർമോണുകളൊക്കെ ഉണ്ട്. നമ്മളെ മുരിങ്ങയിലിനെ കൊണ്ടുള്ള ഹോർമോൺ, അതേപോലെ നമ്മളെ കറ്റാർവായനെ കൊണ്ടുള്ള ഹോർമോണൊക്കെ. അപ്പൊ മുരിങ്ങയിലിനെ കൊണ്ടുള്ള ഹോർമോണൊക്കെ ഞാൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് റെഡിയാക്കണേ എന്നുള്ളത് അതിൽ പോയി നോക്കിയാൽ വേണ്ടിയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഹോർമോണുകളൊക്കെ നമ്മൾ ചൂടുകാലത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വളങ്ങൾ അടിവളങ്ങളായിട്ടോ സ്ലറികളായിട്ടോ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്
കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം. അതുപോലെ നമ്മൾ സ്യൂഡോമോണസ് ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക, വെച്ചാൽ കലക്കിയിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഈ ചൂടുകാലത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചില ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു ടൈമിൽ മാത്രം അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ ജീവാണുക്കളൊക്കെ നശിച്ചു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വളങ്ങൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ മണ്ണിൽ ഈർപ്പം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അമിതമായിട്ട് വളപ്രയോഗം ചൂടുകാലത്ത് കൊടുക്കരുത്. പക്ഷെ കൊടുക്കേണ്ട വളങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ട അളവ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിലോ ചാക്കിലോ കൃഷി ചെയ്യുന്നവർ നേരിട്ട് നമ്മളെ കോൺക്രീറ്റിന്റെ മേലാണ് ചാക്ക് വെച്ചത് എന്നുണ്ടെങ്കിൽ ചൂട് കാലങ്ങളിൽ അതൊന്ന് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഗ്രോ ബാഗൊക്കെ വെക്കാൻ തന്നെ എന്തെങ്കിലും സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെയാണ് വെക്കാറ്. എന്നാലും നിലത്ത് വെക്കുന്നുണ്ടവരെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉയർത്തി വെക്കുക. കാരണം എന്താ വെച്ചാൽ അപ്പൊ മേലെ ഓൾറെഡി ചെടിക്ക് നല്ല രീതിയിൽ ചൂട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റും അതേപോലെ ചൂടായി വന്നാൽ അത് ചെടി നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ റീപോർട്ട് ചെയ്യുന്നത്. ചില ചെടികൾ ഇപ്പം നമ്മൾ ഒരു പോട്ടിൽ വെച്ചിട്ട് അത് മാറ്റി നടന്ന ടൈമിലും അതേപോലെ നമ്മൾ പുതിയ പ്ലാന്റ് വാങ്ങി കൊടുത്തിട്ട് റീപോർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചൂടുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പകൽ സമയങ്ങളിൽ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യരുത്. ഒന്നെങ്കിൽ അതിരാവിലെ ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യാതെ കുറച്ച് നമ്മളവിടെ വെച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 2 ആഴ്ച നമ്മൾ തണലത്തേക്ക് അത് മാറ്റി വെക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലായിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തണലുള്ള ഭാഗത്തേക്ക് 2 ആഴ്ച നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളത് പുറത്തേക്ക് വെയിലത്തേക്ക് വെക്കേണ്ടതായിട്ടുള്ളൂ. ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ പറ്റുന്നതാണ്. വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തണലത്ത് വെച്ചിട്ട് മുളപ്പിക്കുക. ഇനി അതൊരു തൈയായിട്ട് ഒരു അത്യാവശ്യം പാകമായതിന് ശേഷം മാത്രം നമ്മളെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് വെച്ചാൽ മതി. ആ രൂപത്തിൽ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചൂടുകാലത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഡൗട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീട്ടിൽ നമ്മളെ പാഷനാണ്. കാരണം വീട്ടിൽ നിറയെ നമുക്ക് കായ്കളും ഫ്രൂട്ടും അതേപോലെയൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂട് നമ്മൾ അത്രയ്ക്കും നോക്കിയിട്ടും ചെടികൾ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചൂട് കാലത്താണ് നമ്മൾ ഇങ്ങനത്തെ കൂടുതൽ പരിചരണം ചെടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്